സമീപമാണ്. നമ്മൾ ബാക്കിൽ കാണുന്ന മലയാണ് ജബലു റഹ്മ എന്നറിയപ്പെടുന്നത്. ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്ന് പറഞ്ഞാൽ അറഫയിൽ നിൽക്കലാണ്. ഹജ്ജ് 9 അറഫയിൽ നിൽക്കുക എന്നുള്ളതാണ്. അറഫയിൽ നിന്നിട്ടില്ല എങ്കിൽ അയാൾക്ക് ഹജ്ജ് ഇല്ല, ഹജ്ജ് നഷ്ടപ്പെട്ടു. അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്നത് അറഫയാണ് എന്ന് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ടുള്ള ഒരു നിർണായകമായിട്ടുള്ള ഹദീസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരാൾ അറഫയിൽ വന്നില്ല എങ്കിൽ മറ്റേ തവാഫും സഅയും ഒക്കെ ചെയ്താലും അയാൾക്ക് ഉംറ കിട്ടില്ല. അപ്പൊ അറഫയിൽ നിൽക്കേണ്ട ആ സമയത്ത് നിർബന്ധമായിട്ടും നമ്മൾ അറഫയിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ കുറെ ദൂരത്ത് നിന്ന് തന്നെ അറഫ സ്റ്റാർട്ട് ചെയ്യാറുള്ള ബോർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോ ഈ സ്ഥലമൊക്കെ അറഫ ഉൾപ്പെടുന്ന സ്ഥലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിൽ റസൂലുള്ളാഹി ജീവിതത്തിൽ ഒരു ഹജ്ജാണ് ചെയ്തിട്ടുള്ളത്. ആദ്യമായും അവസാനമായും അങ്ങനെ ഒരു റസൂലുള്ളാഹിന്റെ ജീവിതത്തിന്റെ അവസാന കാലത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്യുന്നത്. ആ ഹജ്ജിൽ ഹജ്ജത്തുൽ വിദാ അല്ലെങ്കിൽ ഹജ്ജത്തുൽ വദാ എന്നാണ് ആ ഹജ്ജിനെ കുറിച്ച് പറയുന്നത്. ആ ഹജ്ജിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ള പ്രസംഗം അതിൽ കൂടുതൽ ഭാഗവും അറഫയിൽ വെച്ചിട്ടാണ്. അല്ലാതെ മറ്റു സ്ഥലങ്ങളിൽ വെച്ചിട്ടും മിനയിൽ വെച്ചിട്ടൊക്കെ റസൂലുള്ളാഹി ജനങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ആ പ്രസംഗത്തിന്റെ ഒരു സംക്ഷിപ്തമാണ് അറഫ പ്രസംഗം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ അറഫ പ്രസംഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മളിവിടെ അറഫയിൽ വന്ന് നിൽക്കുമ്പോൾ ജബലുൽ റഹ്മയുടെ താഴെ നിൽക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂൽ നടത്തിയ ആ പ്രസംഗത്തിലെ വരികളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. കുറച്ച് ഗൗരവമുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് അങ്ങനെ പ്രത്യേക ഒരു മുഖവരയുമായിട്ട് അങ്ങനെ പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഈ ദിവസത്തിന്റെ പരിശുദ്ധി പോലെ, ഈ സ്ഥലത്തിന്റെ പരിശുദ്ധി പോലെ, ഈ മാസത്തിന്റെ പരിശുദ്ധി പോലെ നിങ്ങളുടെ എല്ലാവരുടെയും ജീവനും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും പരിശുദ്ധമാണ്. അത് പരസ്പരം ഹനിക്കാൻ പാടില്ല. അപ്പോ നമ്മൾ ജീവന് വില കൊടുക്കണം. ഒരു ജീവനും നമ്മൾ കാരണമായിട്ട് ഹനിക്കപ്പെടാൻ പാടില്ല. അറിഞ്ഞുകൊണ്ട് കൊല്ലാൻ പാടില്ല. അറിയാതെ ആണെങ്കിലും, അറിയാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിങ്ങിലുള്ള അശ്രദ്ധ കൊണ്ട് അല്ലെ, അല്ലെങ്കിൽ തൊഴിലിടങ്ങളിലുള്ള നമ്മൾ ഒരുക്കേണ്ടുന്ന സുരക്ഷിതത്വത്തിന്റെ കുറവ് കൊണ്ട് ഒക്കെ ചിലപ്പോൾ നമ്മുടെ ജീവനക്കാർക്ക് ഒരു ജീവന് വലിയ മൂല്യം കൊടുക്കണം എന്നുള്ള ഒരു സന്ദേശം അതിലുണ്ട്. അപ്പൊ ജീവന് മാത്രമല്ല, മറ്റുള്ളവരുടെ സമ്പത്തും, ഒരാളുടെ സമ്പത്തും അനർഹമായിട്ട് നമ്മൾ കൈവശപ്പെടുത്താൻ പാടില്ല എന്നുള്ള ഒരു ആശയം അതിലുണ്ട്. ആളുകളുടെ അഭിമാനത്തിന് വിലയുണ്ട്. ഈ നാടിന്റെ, ഈ ദിവസത്തിന്റെ, ഈ മാസത്തിന്റെ പരിശുദ്ധി പോലെ നിങ്ങളിൽ ഓരോരുത്തരുടെയും അഭിമാനത്തിന് പരിശുദ്ധിയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഒരാളെയും അവഹേളിക്കുക, പരിഹസിക്കുക, നിന്ദിക്കുക എന്നുള്ളതൊന്നും പാടില്ല എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വസിയ്യത്ത് പോലെ ആ ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ സ്ത്രീകളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അവരോട് പ്രത്യേകം മമത പുലർത്തുക. അവരിൽ നിന്ന് നിങ്ങൾക്ക് അവകാശങ്ങളുള്ളത് പോലെ നിങ്ങൾക്ക് അവരോട് ബാധ്യതകളുണ്ട്, അതുപോലെ തിരിച്ചുമുണ്ട്. പിന്നെ പറഞ്ഞു, പലിശയുടെ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പലിശ പരിപൂർണമായിട്ടും, എന്റെ കുടുംബത്തിന് കിട്ടാനുള്ള, കുടുംബത്തിലെ ചില ആളുകൾക്കൊക്കെ പലിശ ഇടപാടുകളുണ്ടായിരുന്നു. ആ പലിശ ഇടപാടുകളൊക്കെയും ഈ ദിവസത്തോടു കൂടി ഞാൻ എന്റെ കാൽക്കീഴിൽ ചവിട്ടി ഇല്ലാതെയാക്കിയിരിക്കുന്നു. ഇനി മുതൽ പലിശ, അത് ക്യാപിറ്റൽ വാങ്ങിക്കാമെന്നല്ലാതെ പലിശ പാടില്ല എന്നുള്ള, പലിശയിൽ നിന്ന് പരിപൂർണമായിട്ട് വിട്ടു നിൽക്കാനുള്ള ഒരു ആഹ്വാനം അറഫ പ്രസംഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ അറഫയിൽ നിൽക്കുമ്പോൾ, അറഫയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് എടുക്കേണ്ടുന്ന ഒരു പ്രതിജ്ഞ, നമ്മുടെ ജീവിതത്തിൽ പലിശയുമായിട്ട് ഇടപെടില്ല എന്നുള്ളത് ഒരു തീരുമാനമായിട്ടുണ്ടാവണം. നമ്മളെ ആവശ്യത്തിനും അനാവശ്യത്തിനും ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരു ഭയവും ഇല്ലാതെ, ഒരു ആശങ്കയും ഇല്ലാതെ ലോൺ എടുക്കുന്ന സാഹചര്യമൊക്കെ നമുക്കിടയിൽ വളരെ വ്യാപകമാണ്. നമ്മൾ ഉള്ള വാഹനം വെറുതെ ഒന്ന് മാറ്റാൻ, വാഹനം നമുക്ക് കുറച്ച് പഴകിപ്പോയി, അപ്പോൾ വണ്ടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ നിവൃത്തിയില്ലാതെ സാഹചര്യത്തിലൊന്നും അല്ലാതെ നമ്മൾ ആഡംബരങ്ങൾക്ക് വേണ്ടിയൊക്കെ പോലും ലോൺ എടുക്കുന്നതൊക്കെ ഈ പറയുന്ന പലിശയെ കുറിച്ചുള്ള ഗൗരവം മനസ്സിലാക്കാതെയാണ്. പിന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, മനുഷ്യരെല്ലാവരും തുല്യരാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും എന്നുള്ള ആ ഒരു ആയത്ത് ഓതിക്കൊണ്ട് പറഞ്ഞു, ഒരാൾക്കും അറബിയാവട്ടെ അറബിക്കോ അനറബിയേക്കാളോ, അനറബിക്ക് അറബിയേക്കാളോ യാതൊരു മഹത്വവും ഇല്ല. അറബി ആയതുകൊണ്ട് പ്രത്യേക മഹത്വം ഉണ്ടാവുക എന്ന് പറഞ്ഞതില്ല. കറുത്തവന് വെളുത്തവനേക്കാളും മഹത്വമില്ല, തിരിച്ചുമില്ല എന്ന് പറഞ്ഞു. അപ്പോ ഈ ഒരു വംശീയതക്കെതിരായിട്ടുള്ള ഒരു പ്രഖ്യാപനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ വെച്ച് നടത്തുകയാണ്. ഇപ്പോഴും ഈ ഒരു വംശീയതയ്ക്കൊന്നും കുറവില്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും ജാതിയുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ, ഒക്കെ പേരിൽ പലതരത്തിലുള്ള വംശീയതകളുണ്ട്. നമ്മുടെ മനസ്സിലും അതുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ വിശ്വാസികളാണ്, നമ്മൾ ദീനിന്റെ ആളുകളാണ് എന്നൊക്കെ പറയുമ്പോഴും എത്ര പുരോഗമനമുള്ള ആളുകളാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ ഇപ്പോഴും തമിഴന്മാരോട്, അണ്ണാച്ചി എന്നാ പറയാം നമ്മൾ അല്ലെ, അണ്ണാച്ചികളോടുള്ള ഒരു വേറെ സമീപനാണ് നമുക്ക്. ബംഗാളികളോട്,
ഉത്തരേന്ത്യൻ ഇതര സംസ്ഥാന തൊഴിലാളികളോടൊക്കെ നമ്മുടെ മനസ്സിൽ ഒരു മലയാളിക്ക് കൊടുക്കുന്ന ബഹുമാനം നമ്മുടെ മനസ്സിൽ അവരോട് ഇല്ല എന്നുള്ളതാണ്. തമിഴന്മാരോടോ അല്ലെങ്കിൽ മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികളോടോ നമുക്ക് അവരെ രണ്ടാം നമ്പറായിട്ടാണ് കാണാം. നമ്മള് നമ്മുടെ ആളുകളെ വീട്ടിൽ വെച്ച് ഉള്ളിൽ കയറ്റി ഭക്ഷണം കൊടുക്കുന്നത് പോലെ നമ്മൾ അവർക്ക് ചെയ്യില്ല. അവരെ വേറെയാണ്. മനുഷ്യരെ വെവ്വേറെയായി കാണുന്ന സംസ്കാരം ഇപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിൽ ജാഹിലിയത്തിന്റെ അംശമായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ ഒരു കാരണവശാലും അറബിയേക്കാളും ഇല്ല എന്ന് പറയുന്നത് പോലെ മലയാളിക്ക് തമിഴനേക്കാളോ ബംഗാളിയെക്കാളോ മറ്റുള്ളവരെക്കാളോ തിരിച്ചോ പ്രത്യേകിച്ച് മഹത്വം ഇല്ല. തഖ്വയുടെ അടിസ്ഥാനത്തിലല്ലാതെ ഒരാൾക്കും ഒരു മഹത്വവും ഇല്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ വെച്ച് ഒന്നുകൂടി നമ്മളെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. അപ്പോൾ എല്ലാ തരത്തിലുമുള്ള വംശീയതകളും ഒഴിവാക്കി മനുഷ്യരെ മനുഷ്യരായി കാണുവാൻ, തുല്യതയോടുകൂടി കാണുവാനുള്ള ഒരു മനസ്സ് ഒക്കെ നമ്മൾ ഈ അറഫയിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട്. അതുപോലെ പലിശയിൽ നിന്ന് വിട്ടു നിൽക്കുക, പിന്നെ ഈ പറയുന്ന പോലെ സ്ത്രീകളോട് പ്രത്യേകം അവർക്ക് പിന്നെ അവരെ ചൂഷണം ചെയ്യാതിരിക്കുക എന്നൊക്കെയുള്ള ആശയങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. നിങ്ങൾക്ക് ഇവിടെ ആരും കയറണം എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട്, ഒരുപാട് സമയം എടുക്കരുത്. ചെറുപ്പക്കാർക്ക് ആരോഗ്യമുള്ളവർക്ക് കയറണം എന്നുണ്ടെങ്കിൽ കയറാം. പ്രായമുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഇവിടെ തണൽ നോക്കിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. ആര് കയറാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? കയറാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ കൈ വന്ദിച്ചേ. ഭൂരിപക്ഷം കയറാൻ താല്പര്യം ഉണ്ടെങ്കിൽ കയറാം. ഒന്നോ രണ്ടോളം മാത്രമാണെങ്കിൽ അവർക്ക് വേണ്ടി ഭൂരിപക്ഷം ആരും കയറണ്ട. അതെന്താണ്? ആരും കയറാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ആർക്കും ഇല്ല. ആർക്കാ? ഹംസക്ക ഉണ്ട്. പിന്നെ ആരുണ്ട്? ഇതൊക്കെ ഉണ്ട്. വലിയ കയറുന്നുണ്ടോ? ഇവിടെ ജബൽ റഹ്മയെ കുറിച്ച് പറഞ്ഞേ പല ആളുകളും ഇതിന്റെ മുകളിൽ വെച്ചിട്ട് പ്രസംഗിച്ചു. ഇതിന്റെ മുകളിൽ വെച്ചിട്ടല്ല പ്രസംഗിച്ചത്. ഇവിടെ ഒരു മസ്ജിദ് നമീറ എന്ന് പറഞ്ഞിട്ട് കുറച്ചൊരു പള്ളിയുണ്ട്.